ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നത്. ജനുവരി 15-നാണ് BMC ഇലക്ഷൻ. മഹാരാഷ്ട്രയിലെ മറ്റ് നഗരസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് BMC ഇലക്ഷൻ തന്നെയാണ്. രാജ്യത്തിന്റെ വാണിജ്യ തലസ്ഥാനം, രാജ്യത്തെ ഏറ്റവും വലിയ നഗരം, അതുകൂടാതെ തന്നെ ക്യാഷ് റിച്ച് ആയിട്ടുള്ള കോർപ്പറേഷൻ. ഏതാണ്ട് 74,000 കോടിയിലധികം രൂപയാണ് BMCയുടെ ആനുവൽ ബജറ്റ്. ത്രിപുര, സിക്കിം, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ബജറ്റുള്ള കോർപ്പറേഷനാണ് BMC. അതുകൂടാതെ ഒരുപാട് പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് കൂടിയുണ്ട്. ശിവസേന, UBT, അതായത് ഉദ്ധവ് സേനയുടെ ഒരു എക്സിസ്റ്റൻസ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷനാണ്. മുംബൈയും അവർക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ പ്രസക്തി തന്നെ ഇല്ലാതാകും. ആ രീതിയിലുള്ള ഒരു ഭയം കാരണമാണ് കസിനായിട്ടുള്ള രാജ് താക്കറെയുമായി 20 വർഷത്തെ വൈരമൊക്കെ മറന്നു ഒന്നിച്ചിരിക്കുന്നത്. അപ്പം പഴയ അമ്മാവൻ്റെ ആ ഒരു മറാത്തി രാഷ്ട്രീയം, ആ ഒരു വംശീയ രാഷ്ട്രീയമാണ് ഇപ്പോൾ രാജ് താക്കറെ ഉയർത്തുന്നത്. ആ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വരുന്നു. വളരെ പ്രകോപനപരമായ രീതിയിൽ BJP നേതാവായ അണ്ണാമലയെ വളരെ മോശമായ രീതിയിൽ രസമല എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. രാജ് താക്കറെയുടെ മകനാണെങ്കിൽ അമിത് താക്കറെ പറയുന്നു, രാജ് താക്കറെ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ, മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനക്കാരെ മഹാരാഷ്ട്രയിലേക്ക് കടത്തിവിടില്ല, ട്രെയിൻ തടയും. അപ്പോൾ ആ രീതിയിൽ ഒരു 45-50 വർഷം മുമ്പൊക്കെ ബാൽ താക്കറെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു മാറിയ സാഹചര്യത്തിൽ രാജ് താക്കറെയൊക്കെ പറയുന്നത്. അപ്പോൾ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ചേർന്ന് ഒരു മറാത്തി പോളറൈസേഷന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. പക്ഷേ മുംബൈയുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, മുംബൈ ഇപ്പോൾ രാജ് താക്കറെയും ഈ ഉദ്ധവ് താക്കറെയും വിചാരിക്കുന്ന പോലെ ഒരു മറാത്തി നഗരമല്ല എന്നതാണ് വസ്തുത. ഏതാണ്ട് 30-34% വരുന്ന ഒരു ജനവിഭാഗമേ ഉള്ളൂ നിലവിൽ മുംബൈ കോർപ്പറേഷനിൽ മറാത്തി വോട്ടർമാരായിട്ടുള്ളത്, അതായത് മറാത്തി സംസാരിക്കുന്ന ആളുകൾ. ബാക്കി വരുന്ന ബഹുഭൂരിഭാഗം പേരും നോൺ മറാത്തി, ഹിന്ദി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ ഭാഷകളൊക്കെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്കാരും ഉത്തരേന്ത്യക്കാരും, UP, ഗുജറാത്ത്, അതുകൂടാതെ ഹരിയാന, ബീഹാർ, ഇവിടെ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുംബൈ ആകെ മാറിയിരിക്കുകയാണ്. ഒരു ഡെമോഗ്രഫി ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മറാത്തി വാദം പഴയ പോലെ യേശും. അതുമാത്രമല്ല, BJP എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്ക് വലിയ സ്വാധീനം മറാത്തി വിഭാഗക്കാർക്കിടയിലുണ്ട്. എല്ലാവരും ഈ രാജ് താക്കറെയുടെ ആശയങ്ങളൊന്നും അംഗീകരിക്കുന്നവരല്ല. പ്രത്യേകിച്ച് ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെയാണ് ഇപ്പോഴും ഈ മറാത്തി ആശയമൊക്കെ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ചെറുപ്പക്കാർക്കിടയിൽ ഒരു വികസന പൊളിറ്റിക്സാണ് അവർ ആഗ്രഹിക്കുന്നത്. ദേവേന്ദ്ര ഫഡ്നവിസ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഒരു നിർണായക ഘടകമായിട്ട് മാറാൻ പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2017-ലാണ് ഏറ്റവും ഒടുവിൽ BMCയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്, ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക്. അന്ന് നല്ലൊരു ഫൈറ്റായിരുന്നു. BJPയും കോൺഗ്രസും അതുകൂടാതെ ശിവസേനയും വേറിട്ടാണ് മത്സരിച്ചിരുന്നത്. ശിവസേന 84 സീറ്റുകൾ ജയിച്ചപ്പോൾ BJP തൊട്ട് പിന്നിൽ 82 സീറ്റുകളുമായിട്ട് കരുത്ത് തെളിയിച്ചിരുന്നു. കാരണം മുംബൈ കോർപ്പറേഷനിലും BJPയുടെ ഒരു ഫുട് ഹോൾഡ് വന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയായിരുന്നു ആ ഒരു മുന്നേറ്റം. ഏതാണ്ട് 27% വോട്ടാണ് BJP മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പിടിച്ചത്. ശിവസേനയ്ക്ക് ലഭിച്ചത് 28. ക്ലോസ് ഫൈറ്റ് തന്നെയായിരുന്നു. കോൺഗ്രസ് ആണെങ്കിൽ 31 വാർഡുകളിലാണ് ആകെ ജയിച്ചത്. 16% വോട്ടാണ് കോൺഗ്രസിന് ലഭിച്ചത്. രാജ് താക്കറെയുടെ MNSന് 8% വോട്ടാണ് ലഭിച്ചത്. 7 സീറ്റ് അങ്ങനെ എന്തോ ലഭിച്ചു. അപ്പം ഇതാണ് ഒരു സാഹചര്യം. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞു. കാരണം ഷിൻഡെ സേന ഇപ്പോൾ BJPക്കൊപ്പമാണ്. ശിവസേനയിലെ നല്ലൊരു വിഭാഗം, ഉദ്ധവിൻ്റെ നല്ലൊരു വിഭാഗം അണികളെയും പ്രവർത്തകരെയൊക്കെ കൊണ്ടുവരാൻ, BJP പാളയത്തിലേക്ക് കൊണ്ടുവരാൻ ഷിൻഡെക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2017 കണക്ക് വെച്ച് നമുക്കൊന്നും വിലയിരുത്താൻ സാധിക്കില്ല. അപ്പോൾ ഇത്തവണ ഈ 2 പാർട്ടികൾ, അതായത് MNSഉം ഉദ്ധവ് സേന, UBTയും ലക്ഷ്യമിടുന്നത് ഒരു മറാത്തി കോൺസെൻട്രേഷൻ, വോട്ടുകൾ പരമാവധി കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉദ്ധവിൻ്റെ ഒരു പ്രധാന ശക്തി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനൊപ്പം ചേർന്നതിന് ശേഷം മാമു ഫാക്ടറായിരുന്നു, അതായത് മറാത്തി പ്ലസ് മുസ്ലിം വോട്ടർമാർ. അപ്പോൾ ഇവരുടെ ഒരു പിന്തുണ ഉദ്ധവ് സേനയ്ക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലഭിച്ചിരുന്നു. BJPയെ വലിയ തോതിൽ എതിർക്കുന്നു. BJPക്കെതിരെയുള്ള ഒരു വികാരം എന്നുള്ള രീതിയിൽ ഉദ്ധവ് പലപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കുന്നു. അത് മുസ്ലിങ്ങളെ കൂടുതലായിട്ട് ശിവസേനയിലേക്ക് ആകർഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, UBT ശിവസേനയിലേക്ക്. പക്ഷേ അത് ഇനി ഉണ്ടാകുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഒന്നാമത് കോൺഗ്രസ് BMCയിൽ ഇത്തവണ സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത്. അതുമാത്രമല്ല, രാജ് താക്കറെയുടെ സാന്നിധ്യം, രാജ് താക്കറെ വന്നതോടുകൂടി ഒരു മറാത്തി ഇതിലേക്ക് കംപ്ലീറ്റ് പോയിട്ടുണ്ട് രാഷ്ട്രീയം. കാരണം ഈ രാജ് താക്കറെയുടെ പ്രസ്താവനകളെല്ലാം എല്ലാ വിഭാഗം, മറാത്തികളല്ലാത്ത എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും വലിയൊരു അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. കാരണം അണ്ണാമലയൊക്കെ വളരെ മോശമായ രീതിയിലാണ് രാജ് താക്കറെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. രസമല്ലായി എന്നൊക്കെ പറഞ്ഞ് ലുങ്കി ഹട്ടാവോ പുങ്കി
ബച്ചാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഒരു തമിഴന്മാർക്കെതിരെയുള്ള വംശീയ വികാരം ഇളക്കി വിട്ടുള്ള പ്രസ്താവനകളൊക്കെയാണ് രാജ് താക്കറെ നടത്തിയിരിക്കുന്നത്. അതും അണ്ണാമലയെ പോലുള്ള ഇത്രയും ഒരു താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന്, അതായത് ഒരു കർഷകന്റെ മകനായിട്ട് ജനിച്ച് സ്വപ്രയത്നത്താൽ ബിടെക് എടുത്ത് അത് കഴിഞ്ഞിട്ട് MBA ചെയ്തു IIM-ൽ നിന്ന്, അത് കഴിഞ്ഞ് IPS നേടുന്നു, എന്നിട്ട് കഴിവ് തെളിയിക്കുന്നു, അതിനുശേഷം രാഷ്ട്രീയത്തിൽ വന്നിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫിഗറായിട്ടൊക്കെ മാറിയ ഒരു നേതാവാണ്. അപ്പോൾ ഈ അണ്ണാമലയാണ് ആദിത്യ താക്കറെ, ഉദ്ധവ് താക്കറെയുടെ മകൻ പറഞ്ഞിരിക്കുന്ന ഒരു ബിഗ് സീറോ ആണെന്നുള്ളത്. രാജ് താക്കറെയുടെ മകൻ അമിത് താക്കറെ ആണെങ്കിൽ രാജ് താക്കറെ മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ മറ്റ് സംസ്ഥാനക്കാരെ മുംബൈയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അത്യധികം പ്രകോപനപരമായ പ്രസ്താവനകളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു 50 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ മുമ്പേ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അത് വർക്കൗട്ട് ആവോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒന്നാമത് ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ മറാത്തി വിഭാഗക്കാർക്കിടയിൽ തന്നെ ദേവേന്ദ്ര ഫഡ്നവിസിനൊക്കെ വലിയ സ്വാധീനമുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ, 2017 തെരഞ്ഞെടുപ്പിലെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 48 വാർഡുകളിൽ BJPക്ക്, അതായത് മറാത്തി ഡൊമിനേറ്റഡ് ആയുള്ള വാർഡുകളിൽ BJPക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. BJP ആകെ ജയിച്ച 82 വാർഡുകളിൽ 48 വാർഡുകൾ മറാത്തി ഡൊമിനേറ്റഡ് റീജിയനിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാറ്റം പെട്ടെന്ന് കൊണ്ടുവരാൻ ഈ പറയുന്ന പഴയ പ്രസ്താവനകൾ, അത് പഴയ രീതിയിലുള്ള രാഷ്ട്രീയമൊക്കെ പയറ്റി, മറാത്തിവാദമൊക്കെ പയറ്റി അത് നടക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പ്രത്യേകിച്ച് ഷിൻഡെ സേനയുടെ ഒരു സപ്പോർട്ടും BJPക്ക് ഉണ്ട്. അപ്പോൾ മറാത്തികൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള ഒരു പാർട്ടി തന്നെയാണ് ഷിൻഡെ, ഏക്നാഥ് ഷിൻഡെ. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ്. അപ്പം അതൊക്കെ ഒരു ഫാക്ടറായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം എന്തായാലും ഒരു ഡു ഓർ ഡൈ ബാറ്റിലാണ് രാജ് താക്കറെയെ സംബന്ധിച്ചും ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചും. കാരണം അവർക്കൊരു നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ മറാത്തി വോട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പരമാവധി ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക, അതിനൊപ്പം കുറച്ച് മുസ്ലിം വോട്ടുകളെങ്കിലും ആകർഷിക്കുക എന്നുള്ളതാണ് ഉദ്ധവ് സേനയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ പല സ്റ്റേറ്റ്മെൻറ്റ്സും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ രാജ് താക്കറെയെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് ഉദ്ധവ് സ്വീകരിക്കുന്നത്. നേരത്തെ ഉദ്ധവ് താക്കറെ ഗുജറാത്തികളെയും അല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരെയും ഒന്നും ശത്രുവായിട്ട് കാണുന്ന ഒരു നിലപാടായിരുന്നില്ല സ്വീകരിച്ചിരുന്നത്, പ്രത്യേകിച്ച് BJPക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലപാടാകെ മാറ്റിയിരിക്കുകയാണ്. അതായത് വളരെ വൈകാരികമായുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് ഈ രണ്ട് നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും പറയുന്നത്, താക്കറെമാരില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ മുംബൈ നഗരത്തിൻ്റെ കൺട്രോൾ ഗുജറാത്തികൾക്കിടയിലേക്കോ അല്ലെങ്കിൽ മറ്റ് വിഭാഗക്കാർക്കിടയിലേക്ക് പോകും. അതായത് മറാത്തികളുടെ ഉള്ള സ്വാധീനവും നഷ്ടപ്പെടും, മുംബൈ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ള അതിവൈകാരികമായുള്ള ആഹ്വാനമൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രണ്ട് രാഷ്ട്രീയ ധാരകൾ തമ്മിലുള്ള ഒരു ടഫ് ബാറ്റിൽ തന്നെയാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നടക്കുന്നത്. ഒരു പ്രഡിക്ഷൻ ആർക്കും നടത്താനൊന്നും സാധിക്കില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഒരു മുൻതൂക്കം, വ്യക്തമായൊരു മുൻതൂക്കം BJP ഷിൻഡെ സേനാ സഖ്യത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദേവേന്ദ്ര ഫഡ്നവിസിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ്, അപ്പോൾ അതിനൊരു ടേക്കേഴ്സ് ഉണ്ടാവും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, BJPയുടെ വർദ്ധിച്ച ഒരു സ്വാധീനം പ്രത്യേകിച്ച് മുംബൈ നഗരത്തിൽ ഉൾപ്പെടെ അതുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് അത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ എന്നുള്ള രീതിയിൽ, ലോക്കൽ ഇലക്ഷൻ എന്നുള്ള രീതിയിലാണ് BJP ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒന്നും അവിടേക്ക് പോയിട്ടില്ല. ദേവേന്ദ്ര ഫഡ്നവിസിൻ്റെ വികസന രാഷ്ട്രീയവും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും ആണ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ രീതിയിലുള്ളൊരു സ്ട്രാറ്റജിയാണ് BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ്, മറുഭാഗത്ത് ഒരു സെക്ടേറിയൻ പൊളിറ്റിക്സ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാറ്റിലാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നടക്കുന്നത്. എന്തായാലും റിസൾട്ടിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.